ജയിലിൻ്റെ അകത്തെ ഒരു ASI ഇല്ലേ, അതെ, സൈക്യാട്രിസ്റ്റ്, അവർ വെറുതെ ഓസിന് ഇത് ചെയ്തു കൊടുക്കില്ലല്ലോ. ഇല്ല. അപ്പോൾ പുറത്തുനിന്ന് മൊബൈൽ ഫോൺ മേടിച്ച് ജയിലിൽ കൊണ്ടുപോയി വിദേശത്തുള്ളവരുമായിട്ട് ബന്ധപ്പെടാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു. അപ്പോൾ ഈ സഹായം ചെയ്യുന്നവർക്കും വേറെ എവിടുന്നൊക്കെയോ ഫണ്ട് വരുന്നുണ്ട് എന്നുള്ള അതും കൂടി ഇതിൽ നിന്ന് തെളിയുന്നുണ്ട്. അതെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള തീവ്രവാദികൾക്ക് വളർന്നു വരാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമായിട്ട് ഇപ്പോൾ തമിഴ്നാട്, കർണാടക പോലെയുള്ള നമ്മുടെ അയൽ സംസ്ഥാനങ്ങളും മാറുന്നു എന്നുകൂടെ മനസ്സിലാക്കണം അല്ലേ? എന്തുകൊണ്ടായിരിക്കും അവിടുത്തെ ഭരണാധികാരികൾ അതിനെ കണ്ടില്ല എന്ന് നടിക്കുന്നത്? അത് വളരെ വർഷങ്ങളായിട്ട് പ്രത്യേകിച്ച് ഈ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ഒരു വോട്ട് ബാങ്കാണ്. കാരണം ഇപ്പോൾ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും സോണിയാഗാന്ധിയുടെ ഒരു ലേഖനം അടുത്ത കാലത്ത് വന്നതും കണ്ടിരുന്നില്ല. അവർ പാകിസ്ഥാൻ്റെ കൂടെ നിന്നിട്ടാണ് വർത്തമാനം പറയുക പഹൽഗാമിൻ്റെ കേസിൽ, അല്ലെങ്കിൽ വേറെ വിമാന ദുരന്തം ഉണ്ടായാലും അങ്ങനെയാണ് പറയുക. ഏതെങ്കിലും ഒരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൈനയുടെ കൂടെ നിന്നാണ് സംസാരിക്കുക. അപ്പോൾ കോൺഗ്രസ്സിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹിന്ദുത്വ എന്ന് പറഞ്ഞൊരു സംഗതിക്ക് BJPയുടെ ഹിന്ദുത്വക്കെതിരെ ഒരു മൃദു ഹിന്ദുത്വ കൊണ്ടുവന്നിട്ട് രക്ഷപ്പെടുന്നില്ല എന്നുള്ളതും മനസ്സിലായിരുന്നു. എങ്കിൽ പിന്നെ ഇസ്ലാമിക വോട്ട് ബാങ്കിനെ തൃപ്തിപ്പെടുത്തുന്ന വിധത്തിൽ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതായി. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ അകത്തുള്ള ഒരു നിയന്ത്രണം അതൊക്കെ അഴിച്ചു വിട്ടിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.